Thank you everyone for joining. യോഹന്നാൻ ശ്ലീഹായുടെ ലേഖനം 1 യോഹന്നാൻ 4-ാം അധ്യായം 8-ാമത്തെ വാക്യം നമുക്ക് വളരെ ഫെമിലിയറായ വാക്യമാണ്. ദൈവം സ്നേഹം തന്നെ. ദൈവം സ്നേഹം തന്നെ. 1 യോഹന്നാൻ 4-ാം അധ്യായം 8-ാം വാക്യത്തിലും അതിന്റെ 16-ാം വാക്യത്തിലും ആവർത്തിച്ച് പറയുകയാണ്. യോഹന്നാൻ ശ്ലീഹ പറയുന്നു, ദൈവം സ്നേഹം തന്നെ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. കാരണം ദൈവം സ്നേഹമാകുന്നു. പക്ഷെ നമ്മളിവിടെ മലയാളത്തിൽ ആ തർജ്ജമ ചെയ്തിരിക്കുന്ന കുറെ കൂടെ കറക്റ്റായിട്ടാണ്. ദൈവം സ്നേഹം തന്നെ, എസൻസ് ഓഫ് ഗോഡ്, ഫുൾനെസ് ഓഫ് ഗോഡ്, ലവാണ്. അപ്പൊ ഇതിനകത്ത് ധാരാളം ആളുകൾക്ക് വിയോജിപ്പുണ്ട്. ദൈവം സ്നേഹം, ദൈവം ഏറെക്കുറെ സ്നേഹമാകുന്നു എന്നാണ് പ്രൊട്ടസ്റ്റന്റ് വേൾഡ് അംഗീകരിക്കുന്നത്. യോഹന്നാൻ ശ്ലീഹ എഴുതിയിരിക്കുന്നത് അതിന്റെ മുഖവിലക്കെടുക്കുവാൻ ബഹുഭൂരിപക്ഷം ക്രൈസ്തവർക്കും കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം, ദുഃഖകരമായ യാഥാർത്ഥ്യം. അപ്പൊ അവരതിന് പല എക്സ്ക്യൂസും കൊണ്ടുവരും. ദൈവം സ്നേഹമാണോ എന്ന് വെച്ചാൽ സ്നേഹമാണ്, പക്ഷേ അത് തന്നിൽ വിശ്വസിക്കുന്നവർക്കാണ്. ദൈവം സ്നേഹമാണോ എന്ന് ചോദിച്ചാൽ സ്നേഹമാണ്, അത് തന്നെ അനുഗമിക്കുന്നവർക്കാണ്. അല്ലെങ്കിൽ ദൈവം സ്നേഹമാണോ എന്ന് ചോദിച്ചാൽ ആണ്, പക്ഷെ അത് തന്നെ സ്വീകരിച്ച് ഏറ്റുപറയുന്നവർക്കാണ്. അപ്പോൾ ദൈവത്തിന് 2 മുഖങ്ങളുണ്ട്. തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ഒരു മുഖവും തന്നിൽ വിശ്വസിക്കാത്തവർക്ക് മറ്റൊരു മുഖവും. തന്നിൽ വിശ്വസിക്കുന്നവർക്ക് താൻ സ്നേഹമാണ്. ഇതാണ് പ്രൊട്ടസ്റ്റന്റ് ലോകത്തിന്റെ ധാരണ. പ്രത്യേകിച്ച് കേരളത്തിലെ പെന്തക്കോസ്ത് പ്രസ്ഥാനം, പെന്തക്കോസ്ത് വിശ്വാസികൾ വിശ്വസിക്കുന്നതും അവർ പ്രസംഗിക്കുന്നതും അവർ പ്രചരിപ്പിക്കുന്നതും ഇത്തരത്തിലുള്ള വികലമായ ഒരു ദൈവ അവബോധമാണ്. എന്താണത്? ദൈവം സ്നേഹമാണ്, പക്ഷെ അത് ആർക്കാണ്? അത് അവനിൽ വിശ്വസിക്കുന്നവർക്ക്, അവനെ അനുഗമിക്കുന്നവർക്ക്, അവനെ അനുസരിക്കുന്നവർക്ക്, അവനെ തെരഞ്ഞെടുത്തിരിക്കുന്നവർക്ക്, അങ്ങനെയുള്ളവർക്ക് ദൈവം സ്നേഹമാണ്. ഇത് എത്രത്തോളം ശരിയാണ്? യേശുക്രിസ്തുവിലാണ് ദൈവത്തിന്റെ ഫുൾനെസ് ബോഡിലി ഫോമിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അവനിലല്ലോ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി കുടികൊള്ളുന്നത്. ആ യേശു കർത്താവ് പറയുന്നു, നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്തു വിശേഷതയാണുള്ളത്? നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്തു വിശേഷതയാണുള്ളത്? ജാതികളും അങ്ങനെ തന്നെ ചെയ്യുന്നുവല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പി. യേശു കർത്താവ് തന്റെ സ്വഭാവത്തെ വെളിപ്പെടുത്തുകയാണ്. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. അപ്പൊ യേശു ക്രിസ്തുവും പിതാവുമായിട്ട് ഒരു ക്ലാഷ് ഉണ്ട് എന്ന് മതം ജനത്തെ പറഞ്ഞു പഠിപ്പിക്കുകയാണ്. യേശു അങ്ങനെയൊക്കെ പറയും, പക്ഷെ യേശുവിനേക്കാൾ കുഴപ്പക്കാരനായ പിതാവ് ഉണ്ട്. ആ പിതാവ് നിങ്ങൾ പറയുന്ന പോലെ വഴങ്ങുന്നയാളല്ല. ദൈവശാസ്ത്രത്തെ വീണ്ടും വികലമാക്കുകയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണകൾക്കുള്ള നിവാരണമായിട്ടാണ് യേശു കർത്താവിന്റെ വചനം യോഹന്നാൻ ശ്ലീഹ എഴുതിയെടുക്കുകയാണ്. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. അപ്പൊ യേശു എങ്ങനെ സ്നേഹിക്കുന്നുവോ അങ്ങനെ തന്നെയാണ് പിതാവ് സ്നേഹിക്കുന്നത്. യേശു എങ്ങനെ നിന്നെ കാണുന്നുവോ അങ്ങനെ തന്നെയാണ് നിന്നെ പിതാവ് കാണുന്നത്. അപ്പൊ ഞാനും പിതാവും ഒന്നാകുന്നു. അപ്പൊ പിതാവ് മറ്റൊരു തരത്തിൽ നിന്നെ കാണുന്നുവെന്നോ പിതാവിന് ക്രിസ്തുവിനുള്ളതിനേക്കാൾ വ്യത്യസ്തമായ ഒരു അഭിപ്രായം ഉണ്ടെന്നോ തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നില്ല. സഭയുടെ പാരമ്പര്യം അങ്ങനെ നമ്മെ പഠിപ്പിക്കുന്നില്ല. അപ്പൊ ഇവര് നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുന്നത്, അവനെ കൈക്കൊണ്ട് അവന്റെ കൂടെ നടന്നാൽ അവൻ സ്നേഹിക്കും. എന്നാൽ യേശു കർത്താവ് ചോദിക്കുന്നു, നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് വിശേഷതയാണുള്ളത്? ജാതികളും തങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നുവല്ലോ. അപ്പം വെറും വിജാതീയരുടെ നിലവാരത്തിലുള്ള ഒരാളാണ് ദൈവം എന്ന അതിഗുരുതരമായിരിക്കുന്ന ഒരാരോപണമാണ് ഈ ആളുകൾ ഉയർത്തുന്നത്. എന്ന് പറഞ്ഞാൽ ഞാൻ ദുരുപദേശകനാണ് എന്ന് പറഞ്ഞു വരുത്തുന്ന വ്യക്തികൾ
വിശ്വസിക്കുന്നതും അല്ലെങ്കിൽ ആ പാവങ്ങൾ ധരിച്ചിരിക്കുന്നത് ദൈവം അവരിൽ ഒരാളെ പോലെയാണ്. ദൈവത്തിന്റെ ഞാൻ നിങ്ങളെ പോലെയാണെന്ന് നിങ്ങൾ ധരിക്കുന്നു. യേശു കർത്താവ് പറയാണ്, നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ അത് നിങ്ങളുടെ ധാരണയാണ്. അപ്പൊ മനുഷ്യന്റെ മനസ്സിന്റെ നിലവാരത്തിനനുസരിച്ച് അവൻ ദൈവത്തെ സങ്കല്പിച്ചു വെക്കുകയാണ്. അതുകൊണ്ടാണ് യേശു കർത്താവ് പറയുന്നത്, നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ എന്ത് വിശേഷം, ജാതികളും അങ്ങനെ ചെയ്യുന്നു. തങ്ങളെ സ്നേഹിക്കുന്നവരെ അവരും സ്നേഹിക്കുന്നു. പക്ഷെ ഞാനോ നിങ്ങളോട് പറയും, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ. ദൈവം സ്നേഹം തന്നെ. നമുക്കറിയാം, യോഹന്നാൻ ശ്ലീഹായുടെ വാർദ്ധക്യ കാലത്താണ് യോഹന്നാൻ ശ്ലീഹ ഇത് എഴുതുന്നത്. അപ്പോസ്തലനായ പത്രോസ് റോമിൽ തലകീഴായി ക്രൂശിക്കപ്പെട്ടു. പൗലോസ് റോമിൽ വെച്ച് തന്നെ വാളിനിരയായി. മത്തായി ശ്ലീഹ കൊല്ലപ്പെട്ടു. അന്ത്രയോസ് ശ്ലീഹ കൊല്ലപ്പെട്ടു. എല്ലാ ശ്ലീഹന്മാരും കൊല്ലപ്പെട്ടു. എല്ലാ ശ്ലീഹന്മാരുടെയും കാലം അവസാനിച്ചു. തങ്ങളുടെ ഒരുമിച്ച് ഉണ്ടായിരുന്ന ആ കാലഘട്ടം, കർത്താവിനോട് കൂടെ ചേർന്ന് നടന്ന ആ ഫെലോഷിപ്പ്, അതിലുണ്ടായിരുന്ന എല്ലാവരും തന്നെ കാലയവനികയ്ക്കപ്പുറത്തേക്ക് പോയി. താൻ മാത്രം ഏകനായി ഭൂമിയിൽ അവശേഷിക്കുകയാണ്. ധാരാളം ശിഷ്യസമ്പത്തുണ്ട്. ആ കാലഘട്ടത്തിലാണ് താൻ ഇത് എഴുതുന്നത്. തന്നോടൊപ്പം നടന്നവരും, തന്നോടൊപ്പം ചിരിച്ചവരും, തന്നോടൊപ്പം പ്രാർത്ഥിച്ചവരും, തന്നോടൊപ്പം കർത്താവിന്റെ കൂടെ നടന്നവരും എല്ലാം അപ്രത്യക്ഷരായി. അവസാനം ഈ ലോകത്ത് നിന്ന് പിരിയുന്നതിന് മുമ്പ് സഭയ്ക്ക് കൊടുക്കുവാനുള്ള, ലോകത്തിന് കൊടുക്കുവാനുള്ള യോഹന്നാൻ ശ്ലീഹായുടെ സന്ദേശം ദൈവം സ്നേഹമാകും. ഇതിന് ഒബ്ജക്ഷൻ വരുമ്പോ പലരും കൊണ്ടുവരുന്നതാണ് ദൈവത്തിന്റെ മറ്റ് ആട്രിബ്യൂട്ട്സിനെ കൊണ്ടുവരും. നീതി, വിശുദ്ധി, അങ്ങനെയൊക്കെയുള്ള ആട്രിബ്യൂട്ട്സ് എടുത്തുയർത്തിക്കൊണ്ട് വന്നിട്ട് ആ തരത്തിലുള്ള ആട്രിബ്യൂട്ട്സിൽ ഒന്ന് മാത്രമാണ് സ്നേഹം എന്ന് പറയും. പക്ഷെ അത് തികച്ചും തെറ്റാണ്. ബൈബിൾ ഒരിടത്തും ദൈവം വിശുദ്ധമാണെന്നോ അല്ലെങ്കിൽ ദൈവത്തിന്റെ എസൻസ് എന്ന് പറഞ്ഞ വെരി എസൻസ് ഓഫ് ഗോഡ് നീതിയാണെന്നോ ഒന്നും പറയുന്നില്ല. ദൈവത്തിന്റെ വെരി എസൻസ് ഓഫ് ഗോഡ്, ദാറ്റ് ഇസ് ലവ്. ദൈവം സ്നേഹമാണ്. ദൈവം സ്നേഹം തന്നെ. സ്നേഹം പ്ലസ് 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 നോ. സ്നേഹം പ്ലസ് റൈറ്റസ്നെസ് പ്ലസ് ഹോളിനെസ് പ്ലസ് 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 നോ. യോഹന്നാൻ ശ്ലീഹ അതൊന്നും പറയുന്നില്ല. യോഹന്നാൻ ശ്ലീഹ പറയണം, ദൈവം സ്നേഹം തന്നെ. ഏത് ആംഗിളിൽ നോക്കിയാലും, ഏതളവിൽ നോക്കിയാലും, ഏതർത്ഥത്തിൽ നോക്കിയാലും ദൈവം സ്നേഹമാണ്. അപ്പൊ ദൈവസ്നേഹത്തിന്റെ പ്രഘോഷണം, ദൈവം സ്നേഹം തന്നെ. ഇത് കാർണൽ മൈൻഡിന് ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. കാർണൽ മൈൻഡിന് ലോകത്തെ മനുഷ്യരെ മൂന്നായി തിരിച്ചാണ് വിശുദ്ധ പൗലോസ് ശ്ലീഹ പറയുന്നത്. ലോകത്ത് മൂന്ന് തരത്തിലുള്ള ആളുകളുണ്ട്. ഒന്ന് നാച്ചുറൽ മേൻ, രണ്ട് കാർണൽ മേൻ, മൂന്ന് സ്പിരിച്വൽ മേൻ. മൂന്ന് നാച്ചുറൽ മേൻ, കാർണൽ മേൻ, സ്പിരിച്വൽ മേൻ. പ്രാകൃത മനുഷ്യൻ, ജഡീക മനുഷ്യൻ, ആത്മീക മനുഷ്യൻ. പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. ജഡീക മനുഷ്യനും ദൈവാത്മാവിന്റെ ഉപദേശത്തെ സ്വീകരിക്കുവാൻ കഴിയുന്നില്ല. ജഡീക മനുഷ്യൻ എന്ത് ചെയ്യും? സ്വീകരിക്കും. പക്ഷേ ആ സന്ദേശം അവനിൽ സംഘർഷത്തെ ഉളവാക്കും. അതാണ് ജഡീക മനുഷ്യൻ. പ്രാകൃത മനുഷ്യൻ ഇതൊന്നും അറിയുന്നില്ല. ജഡീക മനുഷ്യനാണ് ഈ സന്ദേശത്തെ തലയ്ക്കകത്തെടുക്കും, അത് സംഘർഷമായി തീരും. തലയ്ക്കകത്ത് കിട്ടുന്ന സന്ദേശം അവന്റെ ഹൃദയത്തിൽ ചെല്ലത്തില്ല. അത് ഹെഡ് നോളജ് ആയിട്ട് നിൽക്കും, ഹാർട്ട് നോളജ് ആകത്തില്ല. എന്ന് പറഞ്ഞാൽ തലയ്ക്കകത്ത് ദൈവം സ്നേഹമാകുന്നു വാക്യം. അപ്പോൾ വാക്യമത്സരം ഉണ്ടെങ്കിൽ ഇവർ എഴുതും ഗോഡ് ഈസ് ലവ്. 1 യോഹന്നാൻ 4:8, 1 യോഹന്നാൻ 4:16. അതെവിടെ ഇരിക്കുന്നു? തലയ്ക്കകത്തിരിക്കുന്നു. എന്നാൽ അത് ഹൃദയത്തിൽ വരത്തില്ല. ഹൃദയത്തിൽ വന്നാൽ അവൻ ആത്മീകനാണ്, അവനാണ് സ്പിരിച്വൽ മാൻ. അപ്പൊ 3 തലത്തിലാണ് നിൽക്കുന്നത്. നാച്ചുറൽ മാൻ ഉണ്ട്, കാർണൽ മാൻ ഉണ്ട്, സ്പിരിച്വൽ മാൻ ഉണ്ട്. അപ്പോൾ ഓൺലി എ സ്പിരിച്വൽ പേഴ്സൺ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദിസ് ഗോഡ് ഈസ് ലവ്. കാർണൽ മാൻ മനസ്സിലാകത്തില്ല. അത് അവനിലൊരു സംഘർഷമായി മാറും. നാച്ചുറൽ മാൻ ഗ്രഹിക്കുന്നില്ല. ഗോഡ് ഈസ് ലവ്, ദൈവം സ്നേഹമാകും. അപ്പോൾ ഓൺലി എ റിന്യൂഡ് മൈൻഡ് ക്യാൻ കോംപ്രിഹെൻഡ്
കോംപ്രിഹെൻഡ് എന്ന് പറഞ്ഞാൽ നോ വൺ ക്യാൻ ഫുള്ളി കോംപ്രിഹെൻഡ് ദ ലവ് ഓഫ് ഗോഡ്. അത് പൗലോസ് പറയാണ്, അതിന്റെ നീളം, വീതി, ഉയരം, ആഴം അത് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിക്കാൻ നിങ്ങൾക്ക് വരം ലഭിക്കേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പൊ ദൈവസ്നേഹത്തിന്റെ ആ വിസ്തൃതി എത്രയാണെന്ന്, ദൈവസ്നേഹത്തിന്റെ ഉയരം എത്രയാണെന്ന്, ദൈവസ്നേഹത്തിന്റെ ആഴം എത്രയാണെന്ന് പൗലുസ്ലിയായ്ക്ക് പോലും ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. അത്ര വലുതാണ് ദൈവസ്നേഹം. എന്നാൽ ദൈവസ്നേഹത്തെ കുറിച്ച് ഒരു ധാരണയെങ്കിലും കിട്ടണമെങ്കിൽ വി മസ്റ്റ് ഹാവ് എ റിന്യൂഡ് മൈൻഡ്. നമ്മൾ പുതുക്കപ്പെട്ട മനസ്സുള്ളവർക്ക് മാത്രമേ. അപ്പൊ അൺറിന്യൂഡ് മൈൻഡിന് ദൈവസ്നേഹത്തെ ഗ്രഹിക്കാൻ കഴിയത്തില്ല. ദ ഫോളൻ നേച്ചറിൽ ദൈവസ്നേഹത്തെ ഗ്രഹിക്കാൻ കഴിയത്തില്ല. അപ്പൊ ഈ ഫോളൻ നേച്ചറിലുള്ള ആളുകളാണ് നമ്മളോട് ഈ വഴക്ക് പിടിക്കുന്നത്. ദൈവസ്നേഹത്തെ പറ്റി പറയുമ്പോൾ അവർ ക്ഷുഭിതരാകും, അവർ കോപിഷ്ഠരാകും. അവർക്കൊരിക്കലും ദൈവസ്നേഹം ഗ്രഹിക്കാൻ കഴിയത്തില്ല. ദൈവസ്നേഹം ഗ്രഹിക്കാൻ കഴിയുന്നവരെ ഓർത്ത് ഞാൻ സന്തോഷിക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾക്ക് ദൈവസ്നേഹം ഗ്രഹിക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കഴിയാത്ത നിങ്ങൾ എതിരായി കമന്റുകൾ ഇടാതെ പ്രാർത്ഥിക്കാൻ ആരംഭിക്കണം. കർത്താവ് ഇവിടെ ഈ പറയുന്നത് ശരിയാണെങ്കിൽ എനിക്കൂടെ അതൊന്ന് ഗ്രഹിപ്പിച്ചു തരണം എന്ന് പ്രാർത്ഥിക്കുക. നിശ്ചയമായിട്ടും ദൈവത്തിന്റെ പരിശുദ്ധ റൂഹ നിങ്ങളെ അതിന് സഹായിക്കും, ദൈവസ്നേഹം മനസ്സിലാക്കുവാൻ. ഇവിടെ ദൈവം സ്നേഹം തന്നെ. ഇപ്പൊ യോഹന്നാൻ ഈ ലേഖനം എഴുതിയില്ലായിരുന്നെങ്കിൽ, യോഹന്നാൻ ഈ സുവിശേഷം എഴുതിയില്ലായിരുന്നെങ്കിൽ, ഇപ്പൊ യോഹന്നാൻ ഈ ലേഖനവും സുവിശേഷവും നമുക്ക് വേണ്ടി എഴുതി തന്നില്ലായിരുന്നു എങ്കിൽ നമുക്ക് എത്രയോ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റാതെ പോയെന്നെ. ഫോർ ഗോഡ് സോ ലവ്ഡ് ദ വേൾഡ് ദാറ്റ് ഹി ഗേവ് ഹിസ് ഓൺലി ബിഗോട്ടൻ സൺ. ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു, എന്തെന്നാൽ തന്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു. യോഹന്നാൻ 3:16 നമുക്ക് കിട്ടത്തില്ലായിരുന്നു. ശമരിയാക്കാരത്തി സ്ത്രീയുമായിട്ട് യേശു കർത്താവ് സംസാരിക്കുമ്പോൾ സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിന് സത്യത്തിൽ നമസ്കരിക്കുന്ന നാഴിക വരുന്നു. നമുക്ക് ഒരിക്കലും ആ ഡിസ്ക്രിപ്ഷൻ കിട്ടത്തില്ലായിരുന്നു. അതുപോലെ ലാസറിനെ ഉയർപ്പിക്കുന്നു, നമുക്ക് കിട്ടത്തില്ല. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ പിടിച്ചുകൊണ്ടുവരുന്നു, ഞാൻ നിന്നെ വിധിക്കുന്നില്ല, പൊയ്ക്കൊള്ളുക. നമുക്ക് മത്തായി, മർക്കോസ്, ലൂക്കോസ് ആയിട്ട് ആ 3 സുവിശേഷമേ ഉണ്ടായിരുന്നുള്ള ആ ഭാഗം കിട്ടത്തില്ലായിരുന്നു. യേശു കർത്താവ് അവരുടെ മേൽ ഊതി, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവി, നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നു അത് മോചിക്കപ്പെട്ടിരിക്കും. ആ ഭാഗം കിട്ടത്തില്ലായിരുന്നു. യേശു കർത്താവ് പത്രോസ് ലീഹായോട്, നീ എന്റെ പെണ്ണാടുകളെ മേയ്ക്കുക, നീ എന്റെ ആടുകളെ മേയ്ക്കുക, നീ എന്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക എന്ന് പറഞ്ഞ അജപാലന ദൗത്യം പത്രോസ് ലീഹായ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നു. നമുക്ക് കിട്ടത്തില്ലായിരുന്നു. അപ്പൊ ഈ സുവിശേഷങ്ങളെല്ലാം എഴുതപ്പെട്ട് സർക്കുലേറ്റ് ചെയ്യപ്പെട്ടും കഴിഞ്ഞ് ഏറ്റവും അവസാനമായിട്ടാണ് അവയിൽ എന്തെല്ലാമാണ് കുറവുള്ളത്, അവയിൽ എന്തെല്ലാമാണ് വിട്ടുപോയിട്ടുള്ളത്, എന്തെല്ലാമാണ് സഭയ്ക്ക് ആവശ്യം എന്ന് ശരിക്കും ശ്രദ്ധിച്ചിട്ട് യോഹന്നാൻ ശ്ലീഹ സുവിശേഷം അവസാനമാണ് എഴുതുന്നത്. അവസാനം എഴുതുന്ന സുവിശേഷത്തിൽ ഇതെല്ലാം ചേർത്ത് വെച്ചു. അവസാനം തന്റെ എഴുത്തുകളുടെ എല്ലാം ആകത്തുകയായിട്ട്, തന്റെ എഴുത്തുകളുടെ എല്ലാം ഒരു എന്തായാലും പറയുന്ന മൊത്തത്തിലുള്ള ഒരു മെസ്സേജ് അല്ലെങ്കിൽ സമ്മറിയാണ്. തന്റെ മുഴുവൻ എഴുത്തുകളുടെ സമ്മറിയാണ് ഈ യോഹന്നാന്റെ ലേഖനത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്. ദൈവം സ്നേഹം തന്നെ. ദൈവം സ്നേഹം തന്നെ, അതാണ് ഗ്ലോറിയസ് ഗോസ്പൽ. 1 യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. നിങ്ങൾ എന്നോട് കൂടെ തിരുവഴുത്തുള്ളവർ തുറന്നു നോക്കുക. 1 യോഹന്നാൻ 4-ാം അധ്യായം 7-ാം വാക്യം. പ്രിയമുള്ളവരെ, നാം അന്യോന്യം സ്നേഹിക്കാം. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. വിയോജിപ്പ് പലർക്കും ഉണ്ടാവും. അതൊരു ഹൈന്ദവന്റെ സ്നേഹമാണെങ്കിലും, അതൊരു ജൈനമതക്കാരന്റെ സ്നേഹമാണെങ്കിലും, അതൊരു മതരഹിതന്റെ സ്നേഹമാണെങ്കിലും, ആ സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. അവിടെ ക്രിസ്ത്യാനിയുടെ സ്നേഹമൊന്നും പറഞ്ഞിട്ടില്ല. സ്നേഹിക്കുന്നവനെല്ലാം നിങ്ങൾ എന്നോട് കൂടെ വേണം ബൈബിളിൽ നോക്കണം. ബൈബിൾ ഉള്ളവർ തുറന്നു നോക്കുക. സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.
ഒരു പെന്തക്കോസ്ത് ഹാളിൽ പോയി അവർ പറഞ്ഞു തരുന്ന ചില മന്ത്രങ്ങൾ ഉച്ചരിച്ച് അവർ കാട്ടിത്തരുന്ന തീർത്ഥാടന കുളങ്ങളിൽ മുങ്ങിപ്പൊങ്ങുമ്പോഴല്ല നീ ദൈവത്തിൽ നിന്ന് ജനിക്കുന്നു. യേശു കർത്താവിന്റെ മാർവോട് ചാരിയിരുന്ന യോഹന്നാൻ ശ്ലീഹ തന്റെ ജീവിത വിയോഗത്തിനടുക്കുന്ന സമയത്ത് സഭയ്ക്കും ലോകത്തിനും കൊടുക്കുന്ന സന്ദേശം ഇതാണ്: സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. ആരായിരുന്നാലും, ഒരുപക്ഷെ മുസ്ലിം ആയിരിക്കാം, ഹിന്ദു ആയിരിക്കാം, മതരഹിതനായിരിക്കാം, സിഖുകാരനായിരിക്കാം, ജൈനമതക്കാരനായിരിക്കാം, ആരുമായിക്കൊള്ളട്ടെ, തിരുവെഴുത്ത് പറയുന്നു സ്നേഹിക്കുന്നവൻ എല്ലാം. സ്നേഹിക്കുന്ന ക്രിസ്ത്യാനികൾ ദൈവത്തിൽ നിന്ന് ജനിച്ചവരാണ്. സ്നേഹിക്കുന്ന പെന്തക്കോസ്തുകാരൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ്. നോ നോ നോ, അങ്ങനെയൊന്നല്ല എഴുതിയിരിക്കുന്നേ. സ്നേഹിക്കുന്നവൻ എല്ലാം, സ്നേഹിക്കുന്നവൻ എല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. അപ്പൊ സ്നേഹിക്കാത്തവനോ? സ്നേഹിക്കാത്തവനോ 4 ഡ്രമ്മാണ് അടിച്ചു പൊട്ടിച്ചത് കഴിഞ്ഞ 10 കൊല്ലത്തിനിടെ. ഡ്രമ്മിന്റെ തോല് 4 പ്രാവശ്യം മാറി. ദൈവത്തിൽ നിന്ന് ജനിച്ച. അപ്പൊ സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു, ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. ഓ, എന്തൊരു സന്തോഷം. അപ്പൊ ഞാൻ പറഞ്ഞു ദൈവത്തെ അറിയുക. നോവിങ്, ദൈവത്തെ അറിയുക. ദൈവത്തെ അറിയുന്നവൻ എന്ത് ചെയ്യാൻ തുടങ്ങും? സ്നേഹിക്കാൻ തുടങ്ങും. ദൈവത്തെ അറിയുകയും സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ 3rd സ്റ്റെപ്പിലാണ് വിശ്വസിക്കുന്നത്. ഇതെങ്ങനെ? അറിയുന്നില്ല, സ്നേഹിക്കുന്നില്ല, വിശ്വസിക്കാൻ സ്ട്രൈവ് ചെയ്യുക. That is not possible. അതായത് ദൈവത്തെ അറിയുന്നില്ല, ദൈവത്തെ സ്നേഹിക്കുന്നില്ല, പക്ഷേ ഇത് രണ്ടുമില്ലാതെ വിശ്വസിക്കാം എന്ന് ആഹ്വാനം ചെയ്യുകയും വിശ്വസിക്കാൻ പരിശ്രമിച്ച് പരാജയപ്പെടുകയും ചെയ്യുന്നു. അതാണ് ഇന്നത്തെ ക്രിസ്തീയ ലോകത്തിന്റെ ദുസ്ഥിതി. അപ്പൊ ശരിയായ ഗോസ്പൽ അല്ല പറയുന്നത്, അതാ പ്രശ്നം. ദൈവത്തെ അറിയുക, ദൈവത്തെ അറിയുന്നത് ഞാൻ പറഞ്ഞ 3 കാര്യമാണ്: നോവിങ്, ലവിങ് ആൻഡ് ബിലീവിങ്. Without knowing and without loving, the people are trying in vain to believe. Strive ചെയ്യുക, ഒരിക്കലും നടക്കത്തില്ല. അപ്പൊ വിശ്വസിക്കുക, നിങ്ങൾ വിശ്വസിക്കൂ. ഇതാണ് പ്രസംഗം കേൾക്കുന്നത്. വിശ്വസിക്കൂ, വിശ്വസിക്കൂ. You cannot. No one can believe like that. അപ്പൊ എന്ത് വിശ്വസിക്കാണ് ഈ പറയുന്നത്? അപ്പൊ വിശ്വസിക്കുക എന്ന് പറഞ്ഞ ഒരു മാജിക്കാണ്, മെന്റൽ എക്സർസൈസ് കൊണ്ട് ചെയ്യുന്ന ഒരു മാജിക്കാണെന്ന് ഇവർ ധരിക്കുകയും ഇവർ പ്രസംഗിക്കുക. എന്നിട്ട് വിശ്വസിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. വിശ്വാസത്താൽ മലയെ മാറ്റാം, വിശ്വാസത്താൽ അത് മാറ്റാം, വിശ്വാസത്താൽ കോട്ടകളെ ഇടിക്കാം, വിശ്വാസത്താൽ മാരുതി കാർ മാറ്റി ബെൻസ് വരുത്താം, വിശ്വാസത്താൽ. വിശ്വസിക്കുക. ഈ കാലഘട്ടങ്ങളിൽ നിങ്ങൾ കേൾക്കുന്ന മെസ്സേജ് അതാണ്. അത് തെറ്റാണ്. ഇവിടെ മതമൊന്നുമില്ല, ഒരു മതവും. യോഹന്നാസ്ലീഹ മതം എഴുതിയിട്ടില്ല. യോഹന്നാസ്ലീഹയാണ് മതം എഴുതിയിട്ടില്ല. യോഹന്നാസ്ലീഹ പറയുന്നതല്ല. ശ്രദ്ധിച്ചു വായിക്കുക. നമ്മൾ ഈ മാസം ഈ 15 ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ദൈവമാതാവിനെ സഭ പ്രത്യേകമായി ഓർക്കുന്ന ദിവസങ്ങളാണ്. ഈ ഓഗസ്റ്റ് 15 മാതാവിന്റെ ദേഹവിയോഗത്തിന്റെ ദിവസമാണ്, മാതാവിന്റെ മരണ ദിവസമാണ്. സഭ അനുസ്മരിക്കുന്നതാണ് ആദിമ നൂറ്റാണ്ട് മുതൽ. അപ്പൊ ഈ 15 ദിവസം വളരെ പുണ്യപ്പെട്ട ദിവസങ്ങളാണ്. പരിശുദ്ധ ദൈവമാതാവിന്റെ മധ്യസ്ഥതയാൽ പ്രത്യേക അനുഗ്രഹങ്ങൾ കിട്ടുന്ന ദിവസങ്ങളാണ്. നിങ്ങൾക്ക് അങ്ങനെ അനുഗ്രഹങ്ങൾ കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.
സ്നേഹം, അതേക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആ സ്നേഹത്തെ പറ്റി ഓർക്കുമ്പോൾ തന്നെ യോഹന്നാൻ ശ്ലീഹായുടെ ഈ ലേഖനത്തിൽ ഈ 2 വരി വായിച്ചപ്പോൾ തന്നെ എനിക്ക് വലിയ സന്തോഷമാണ്, വലിയ സന്തോഷം. അതുകൊണ്ട് നമുക്കൊരു വരി കൂടെ നമുക്ക് കേൾക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. എന്തൊരു ഭാഗ്യമാണ് ഈ സ്നേഹം ആദ്യമായി വന്ന് മറിയത്തിലാണ് ജഡം പ്രാപിച്ചത്. നമ്മൾ യേശുദാസന്റെ ഒരു പാട്ടുണ്ടല്ലോ, ദൈവിക സ്നേഹം മേരിതൻ സുതനായി ഈ മണ്ണിന്റെ മടിയിൽ മയങ്ങുന്ന രാത്രി. അപ്പൊ ഈ ദൈവത്തിന്റെ ആ സ്നേഹം ആദ്യമായി അനുഭവിക്കുന്നു മറിയം. അപ്പൊ ആ സ്നേഹത്തെ കുറിച്ചാണ് യോഹന്നാൻ ശ്ലീഹ പറയുന്നത്. കാരണം മറിയത്തിന്റെ കൂടെ ഏറ്റവും കൂടുതൽ സഞ്ചരിച്ചത് ആരാണ്? യോഹന്നാൻ ശ്ലീഹയാണ്. യോഹന്നാനെയാണ് അമ്മയെ ഏൽപ്പിച്ചത്. അതുകൊണ്ടാണ് യോഹന്നാന്റെ ഈ ലേഖനത്തിലും ഈ സുവിശേഷത്തിലും ഈ ദർശനം മാറുന്നത്. അത്രമാത്രം വ്യത്യാസമാണ്. ഫിലോസഫിക്കൽ ആർഗ്യുമെന്റ് ഗ്രീക്കുകാരുടെ, യവനന്മാരുടെ. അപ്പൊ ഗ്രീക്ക് ഫിലോസഫിയാണ്. ഒരു യഹൂദനെ സംബന്ധിച്ച് ദൈവം ആരാണ് ചോദ്യമാണ്. ദൈവം ആരാണ്? പേഴ്സണാലിറ്റി ആരാണ്? അപ്പൊ ദൈവം ആരാണെന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് യഹൂദന്മാരെ സംബന്ധിച്ച് ദൈവം ആരാണ്? ദൈവം ഞങ്ങളെ നടത്തുന്നവനാണ്, ദൈവം ഞങ്ങളെ പരിപാലിക്കുന്നവനാണ്, ദൈവം ഞങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നവനാണ്, ദൈവം ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നവനാണ്, ദൈവം അതാണ് ഇതാണ്. പക്ഷെ ഒരു ഗ്രീക്കുകാരൻ ചോദിക്കുന്നതാണ്, വാട്ട് ഈസ് ഗോഡ്? ഫിലോസഫിയാണ്. ദൈവം എന്താണ്? ദൈവം ആരാണ്? പിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമാണ്. ദൈവം ആരാണ്? പക്ഷെ ദൈവം എന്താണ്? ഗോഡ് ഈസ് ലവ്. ദൈവം എന്താണെന്നുള്ള ഫിലോസഫിക്കൽ ക്വസ്റ്റ്യന് ഉത്തരം കൊടുക്കാണ് ഗോഡ് ഈസ് ലവ്. ദൈവം സ്നേഹമാകും. ദൈവം സ്നേഹമാകും. അതിനപ്പുറത്ത് ഒരു നിർവചനം ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. എത്രയോ ഫിലോസഫികൾ വന്നു. ദൈവം സ്നേഹം തന്നെ. ഗോഡ് ഈസ് ലവ്. ദൈവം സ്നേഹം തന്നെ. ഫുൾ എസൻസ് സ്നേഹമാണ്. അടുത്ത, ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിൽ അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. The love of God was manifest. അപ്പൊ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. എവിടെയാണ്? മേരിയിലാണ് അത് പ്രത്യക്ഷപ്പെട്ടു. അതാണ് ഞാൻ പറഞ്ഞത്, മറിയത്തിൽ പ്രത്യക്ഷപ്പെട്ടു. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ചു. അവൻ തന്റെ പുത്രനെ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ ഇങ്ങനെ സ്നേഹിച്ചു എങ്കിൽ, അപ്പൊ ഇവിടെ മുഴുവൻ ആ ഭാഗം മുഴുവൻ പറഞ്ഞ് ദൈവത്തിന്റെ സ്നേഹം ദൈവപുത്രനെ അയക്കുന്നതിനാൽ വെളിപ്പെടുത്തി. ദൈവം നമ്മെ സ്നേഹിച്ചു. നാം ദൈവത്തെ സ്നേഹിച്ചല്ല, ദൈവം നമ്മെയാണ് സ്നേഹിച്ചത്. അപ്പോൾ ദൈവം ആരെയാണ് സ്നേഹിച്ചത്? ദൈവം സകല മനുഷ്യരെയുമാണ് സ്നേഹിച്ചത്. അപ്പൊ ദൈവത്തിന്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ പെർഫോമൻസിനുള്ള റിവാർഡ് അല്ല, നമ്മുടെ ഗുഡ് വർക്സിനെ നോക്കിയിട്ടല്ല. ദൈവം നമ്മെ സ്നേഹിച്ചു. കാരണം ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവരാണ് എല്ലാ മനുഷ്യരും. അപ്പൊ സകല മനുഷ്യരെയും ദൈവം സ്നേഹിക്കുന്നു.
ദൈവം നമ്മെ ഇങ്ങനെ സ്നേഹിക്കുന്നു എങ്കിൽ നാമും അന്യോന്യം സ്നേഹിക്കേണ്ടതാകുന്നു. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. നാം അന്യോന്യം സ്നേഹിക്കുന്നു എങ്കിൽ ദൈവം നമ്മിൽ വസിക്കുന്നു. അപ്പൊ ദൈവം നമ്മിൽ ഉണ്ടോ ഇല്ലയോ? അപ്പൊ ദൈവത്തെ എങ്ങനെ അറിയാം? ദൈവത്തെ എങ്ങനെ അറിയാം? ഒന്നാമത്തെ പോയിന്റ്, ഇഫ് യു ലവ് വൺ അനദർ we know God dwells in you. അപ്പൊ ദൈവം നമ്മിൽ വസിക്കുന്നു. അപ്പൊ ദൈവത്തെ നാം അന്യോന്യം സ്നേഹിച്ചാൽ ദൈവം നമ്മിൽ വന്ന് വസിക്കും. അങ്ങനെയാണോ അവിടെ എഴുതിയിരിക്കുന്നത്? അങ്ങനെയല്ല. നാം അന്യോന്യം സ്നേഹിച്ച നോ കണ്ടീഷൻ. നാം അന്യോന്യം സ്നേഹിച്ചാൽ ദൈവം നമ്മിൽ വസിക്കുന്നു എന്ന് അവിടെ എഴുതിയിട്ടില്ല. അവിടെ പറയുന്നത് നാം അന്യോന്യം സ്നേഹിക്കുന്നു എങ്കിൽ ദൈവം നമ്മിൽ വസിക്കുന്നു എന്ന് നമുക്ക് അറിയാൻ പറ്റും. അവന്റെ സ്നേഹം നമ്മിൽ തികഞ്ഞിരിക്കുന്നു. അപ്പൊ ഒന്നാമത്, നാം സ്നേഹത്തിലൂടെയാണ് ദൈവത്തെ അറിയുന്നത്. അപ്പൊ അതാരാണ്? ക്രിസ്ത്യാനികളാണോ? അല്ല. വിശ്വമതം സ്നേഹമാണ്. അതാണ് ഇവിടെ യോഹന്നാൻ ശ്ലീഹ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതാണ് പ്രഘോഷിക്കപ്പെടേണ്ട സുവിശേഷം. നിങ്ങൾ സ്നേഹിക്കുന്നു എങ്കിൽ 1 യോഹന്നാൻ 4:7 സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു, ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. റൈറ്റ് ഓഫ് എ ആണ്. നിന്റെ തിയോളജി ശരിയായിരിക്കും, നിന്റെ ഡോക്ട്രിൻ ശരിയായിരിക്കും, നീ പറയുന്ന വേർപാട് ശരിയായിരിക്കും, നീ പറയുന്നതെല്ലാം ശരിയായിരിക്കും. പക്ഷേ നീ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. പിന്നെ അവൻ എന്ത് പ്രസംഗിച്ചിട്ടും കാര്യമില്ല. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. ദൈവം സ്നേഹം തന്നെ. ഒന്നാമത്, നാം തമ്മിൽ സ്നേഹിക്കുന്നെങ്കിൽ ദൈവം നമ്മിൽ വസിക്കുന്നു എന്ന് നമ്മൾ അറിയുന്നു. 2, നാം അവനിലും 13 വാക്യം അടുത്ത് വായിക്കുന്നത്. രണ്ടാമത്തെ പോയിന്റ്. ഇനി ആർക്കെങ്കിലും പ്രസംഗിക്കണമെങ്കിൽ പോയിന്റ് നമ്മുടെ ES തോമസ് ഒക്കെ പ്രസംഗക്കുറിപ്പ് കൊടുക്കുന്ന 1 യോഹന്നാൻ 4:13 നാം അവനിലും അവൻ നമ്മിലും വസിക്കുന്നു എന്ന് അവൻ തന്റെ ആത്മാവിനെ തന്നതിനാൽ നാം അറിയുന്നു. അപ്പൊ പരിശുദ്ധാത്മാവ്, റൂക്കുദിശ. അപ്പൊ റൂക്കുദിശ നമുക്ക് വന്നിരിക്കുന്നു, പരിശുദ്ധ റൂഹ നമുക്ക് കിട്ടിയിരിക്കുന്നു. അപ്പൊ പരിശുദ്ധ റൂഹായെ നമുക്ക് തന്നിരിക്കുന്നു. അതിനാൽ നാം അറിയുന്നു ദൈവത്തെ. പരിശുദ്ധ റൂഹായെ നമുക്ക് തന്നിരിക്കുന്നു, അതിനാൽ നമ്മൾ അറിയുന്നു. പരിശുദ്ധ റൂഹായെ നമുക്ക് തന്നിരിക്കുന്നു, അതിനാൽ നമ്മൾ അറിയുന്നു. നാം അവനിലും അവൻ നമ്മിലും വസിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവിനെ തന്നതിനാൽ നാം അറിയുന്നു. അപ്പൊ ഒന്ന്, നാം തമ്മിൽ സ്നേഹിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ അറിയുന്നു. 2, നാം അവനിലാണ് വസിക്കുന്നത്, അവൻ നമ്മിലാണ് വസിക്കുന്നത് എന്ന് നമ്മൾ എങ്ങനെ അറിയുന്നു? പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നതിനാൽ അറിയുന്നു. ഉണ്ടോ? അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്കുണ്ടാകുന്ന സംശയം, ഈ പരിശുദ്ധാത്മാവിനെ നമുക്ക് ഇപ്പൊ നിങ്ങൾ ഈ കേൾക്കുന്ന ആളുകളിൽ തന്നെ പകുതി ആളുകൾ ഇപ്പൊ സംശയിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് പരിശുദ്ധാത്മാവുണ്ടോ? നിങ്ങൾക്ക് പരിശുദ്ധാത്മാവുണ്ടോ?
അപ്പൊ പരിശുദ്ധാത്മ ഉണ്ടോ എന്ന് എങ്ങനെ അറിയും? പരിശുദ്ധാത്മ ഉണ്ടെന്ന് പാസ്റ്റർ പറഞ്ഞു, അല്ലെ പരിശുദ്ധാത്മ ഉണ്ടെന്ന് ആളുകൾ. പരിശുദ്ധാത്മ ഉണ്ടല്ലോ, കാരണം കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരു കസേര ചവിട്ടി ഓടിച്ചായിരുന്നു. പരിശുദ്ധാത്മാവുണ്ട്. കഴിഞ്ഞ ആഴ്ച ഞാൻ പ്രാർത്ഥനയ്ക്ക് പോയെടുത്തൊരു കസേര ചവിട്ടി ഓടിച്ചതാണ്. അപ്പൊ ഈ പരിശുദ്ധാത്മാവുണ്ട്. അപ്പൊ പരിശുദ്ധാത്മാ ഉണ്ടെന്ന് എങ്ങനെ അറിയാം? പെന്തക്കോസ്റ്റൽ ഇതിൽ അന്യഭാഷ പറയുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവുണ്ട്. അന്യഭാഷയാണ് പരിശുദ്ധാത്മാവിന്റെ ഏകവും പ്രത്യക്ഷവുമായിരിക്കുന്ന അടയാളം. അപ്പൊ പരിശുദ്ധാത്മാവുണ്ട്, കാരണം അന്യഭാഷയുണ്ട്. അപ്പൊ കൊരിന്ത്യർ 12 അധ്യായം 12 അധ്യായം കൃപാവരങ്ങളെ കുറിച്ച് മുഴുവൻ ഡിസ്കസ് ചെയ്യാണ്. അപ്പൊ 1 കൊരിന്ത്യർ 12 അധ്യായത്തിൽ വരുമ്പം സഭയിൽ 1-ാമത് അപ്പോസ്തലന്മാർ, 2-ാമത് പ്രവാചകന്മാർ, 3-ാമത് ഉപദേഷ്ടാക്കന്മാർ, ഇങ്ങനെ ഓരോരുത്തരെ നിയമിക്കുന്നു. വീര്യപ്രവൃത്തികൾ, രോഗശാന്തികളുടെ വരം, സഹായം ചെയ്യുവാനുള്ള വരം, പരിപാലന വരം, വിവിധ ഭാഷാവരം എന്നിവ നൽകുകയും ചെയ്തു. എല്ലാവരും അപ്പോസ്തലന്മാരോ, എല്ലാവരും പ്രവാചകന്മാരോ, എല്ലാവരും ഉപദേഷ്ടാക്കന്മാരോ, എല്ലാവരും വീര്യപ്രവൃത്തികൾ ചെയ്യുന്നവരോ, എല്ലാവർക്കും രോഗശാന്തിക്കുള്ള വരമുണ്ടോ, എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കുന്നുവോ, എല്ലാവരും വ്യാഖ്യാനിക്കുന്നുവോ, ശ്രേഷ്ഠ വരങ്ങളെ വാഞ്ചിപ്പീൻ. ഇനി അതിശ്രേഷ്ഠമായ ഒരു മാർഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ്, ദൈവം തന്റെ ആത്മാവിനെ നമുക്ക് തന്നതിനാൽ നാം അറിയാമെന്ന് പറഞ്ഞാൽ എന്താണ്? സ്നേഹം. സ്നേഹമുണ്ടെങ്കിൽ, അല്ലെ അന്യഭാഷ ഉണ്ടെങ്കിൽ, പ്രവചനപരം ഉണ്ടെങ്കിൽ, രോഗശാന്തി വരമുണ്ട്, സകല വരങ്ങളെയും റൈറ്റ് ഓഫ് ചെയ്തിട്ട് പൗലോസ്ലീഹ പറയാണ്, ഇതുകൊണ്ട് ഈ വിശേഷമില്ല. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. എനിക്ക് പ്രവചനപരമുണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസമുണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല. എന്റെ ശരീരം ഞാൻ ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ എനിക്ക് ഒരു പ്രയോജനവുമില്ല. ആ സ്നേഹം, ഗോഡ് ഈസ് ലവ്. ആ സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, സ്നേഹം ചീർക്കുന്നില്ല, സ്നേഹം അയോഗ്യമായി നടക്കുന്നില്ല, സ്നേഹം സ്വാർത്ഥത അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, സ്നേഹമെല്ലാം പൊറുക്കുന്നു, സ്നേഹമെല്ലാം വിശ്വസിക്കുന്നു, സ്നേഹം എല്ലാം പൊറുക്കുന്നു. എന്തൊക്കെ പൊറുക്കും? എന്തൊക്കെ പൊറുക്കും? എന്തൊക്കെ പൊറുക്കും? നമ്മുടെ ഗോഡ് ഫാദർ സിനിമയ്ക്കകത്ത് എൻ.എം. പിള്ള പറയുന്ന ഒരു ഡയലോഗുണ്ട്. നീ പറ, പൊറുക്കണോടോ, ഞാൻ പൊറുക്കണോടോ എന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ പെന്തക്കോസ്തുകാരുടെ ദൈവം. ഹിറ്റ്ലറോട് ഞാൻ പൊറുക്കണോടോ, എന്നോട് കഴിഞ്ഞ ദിവസം ചോദിച്ച, ഹിറ്റ്ലറോട് ഞാൻ പൊറുക്കണോ? ആ വ്യഭിചാരം ചെയ്തവനോട് ഞാൻ പൊറുക്കണോ? ആ മദ്യപിച്ചവനോട് ഞാൻ പൊറുക്കണോ? പെന്തക്കോസ്തുകാരുടെ ദൈവം അതുപോലെ ഒരു എൻ.എൻ. പിള്ള ക്യാരക്ടറാണ്, ലിമിറ്റാണ്. നീ പൊറുക്കണോന്നാണോ പറയുന്നേ? സ്നേഹം എല്ലാം പൊറുക്കുന്നു. മൈ ഗോഡ് ഈസ് ലവ്. എന്റെ അല്ല, യോഹന്നാൻ ശ്ലീഹായുടെയും ദൈവം സ്നേഹമാണ്. പൗലോസ് ശ്ലീഹായുടെ ദൈവം സ്നേഹമാണ്. സ്നേഹം എല്ലാം പൊറുക്കുന്നു. പക്ഷെ ഇതൊരിക്കലും അൺറിന്യൂഡ് മൈൻഡ് ഉള്ള ഒരാൾക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റത്തില്ല. പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം ഗ്രഹിക്കുന്നില്ല. അതവന് ഭോഷത്വമായി തോന്നും. സ്നേഹം എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാളും ഉതിർന്ന് പോവുക ഇല്ല. സ്നേഹം ഒരു നാളും ഉതിർന്ന് പോവുക ഇല്ല. അയ്യോ, അതെങ്ങനെ? ഇപ്പൊ കൃപാസനത്തിൽ ഇരിക്കുകയാണ്. കൃപാസനത്തെ ഇങ്ങനെ കുറെ മുള്ളടിച്ച പോലെ ഇങ്ങനെ ഇരിക്കുക. പൊങ്ങണോ വേണ്ടയോ, പൊങ്ങണോ വേണ്ടയോ, പൊങ്ങണോ, എപ്പം വേണേലും പൊങ്ങാം. പൊങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സ്നേഹം കാണത്തില്ല, ഉതിർന്നു പോകും. ആന്റി ബിബ്ലിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ആണ് ഇവർ വെച്ചു പുലർത്തുന്നത്, പ്രചരിപ്പിക്കുന്നത്. ഇവരാണ് കൾട്ട്. കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഞാൻ പറയുന്ന ഉപദേശം കൾട്ട് ഉപദേശമാണെന്ന് പറഞ്ഞ് പാസ്റ്റർ കെ.സി. ജോണിന്റെ ഒരു പടമൊക്കെ വെച്ച് MPFT എന്ന് പറയുന്ന ഗ്രൂപ്പുകാർ ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ട്.
വളരെ നല്ലതാ. മലയാളി പെന്തക്കോസ്ത് തന്നെ കൾട്ടാണ്. കൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? കൾട്ട് ഗ്രൂപ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കുടുംബങ്ങളെ ഭിന്നിപ്പിക്കുന്ന, സമാധാനത്തെ കെടുത്തുന്നതായിരിക്കും ഒരു കൾട്ട്. ഒരു കൾട്ടിൽ ഒരാൾ പെട്ടാൽ ആ കുടുംബത്തിലെ സ്വസ്ഥത പോവും, സമാധാനം പോവും. 2, കൾട്ടിൽ പെടുന്ന ആളുകൾ മറ്റ് അസോസിയേഷൻസ് അവസാനിപ്പിക്കും. സാധാരണ ഫ്രണ്ട്ഷിപ്പ് അവർക്ക് കാണത്തില്ല. അവർ ആ കൾട്ടിലുള്ളവരുമായിട്ട് മാത്രമേ ഫ്രണ്ട്ഷിപ്പ് കാണത്തുള്ളൂ. ബാക്കിയുള്ളവരോട് നോർമലി എന്തെങ്കിലും കാഷ്വൽ ആയിട്ടൊക്കെ പറയത്തുള്ളൂ. നിങ്ങൾ നോക്ക്, ആണ് പെന്തക്കോസ്ത് ചേരുമ്പോൾ അവർ പ്രേരിപ്പിക്കുന്നത് മറ്റുള്ളവരോട് അധികം സഹകരിക്കാൻ പോകരുത്. അതിനവരൊരു വാക്യം കൊടുക്കും, അവിശ്വാസികളോട് ഇണയില്ല പിണ കൂടരുത്. അത് കൾട്ടിന്റെ സ്വഭാവമാണ്. പിന്നെയുള്ള കൾട്ടിന്റെ മറ്റൊരു സ്വഭാവമാണ്, കൾട്ട് എപ്പോഴും പറയും തങ്ങളുടെ പ്രസംഗമേ കേൾക്കാവുള്ളൂ, മറ്റുള്ളവരുടെ കേൾക്കരുത്. പക്ഷെ കൾട്ട് അല്ലാത്തൊരു പറയും സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിക്കും. ഞാനിവിടെ കൾട്ട് ഉപദേശമല്ല പറയുന്നത്. ഞാൻ നിങ്ങളോട് പറയുന്നുണ്ട്, നിങ്ങൾ എല്ലാവരുടെയും പ്രസംഗം കേൾക്കുക, എല്ലാം വായിക്കുക, സ്റ്റഡി ചെയ്യുക, സ്വയമായിട്ട് പഠിക്കുക. അപ്പൊ അവർക്ക് മനസ്സിലാകും കൾട്ടേ. ഞാനിവിടെ ഒരു സംഘടന ഉണ്ടാക്കുന്നില്ല, ആരോടും അതിൽ ചേരാൻ പറയുന്നില്ല. ഗ്ലോറിയസ് ഗോസ്പൽ ആർക്കും സ്വീകരിക്കാം, നിങ്ങൾ ഇരിക്കുന്നിടത്ത് ഇരുന്ന് സ്വീകരിക്കാം. നിങ്ങൾ ഗ്ലോറിയസ് ഗോസ്പൽ സ്വീകരിച്ചിരിക്കുന്നു എന്ന് ഒരു ഇമെയിൽ മുഖാന്തരം എന്നെ അറിയിക്കേണ്ട ആവശ്യമില്ല. പിന്നെ വാട്സാപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് അഫിലിയേഷൻ എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങളൊരു ഹിന്ദു ആണോ, നിങ്ങൾക്ക് അവിടെ ഇരുന്ന് ഗ്ലോറിയസ് ഗോസ്പൽ വിശ്വസിക്കാം. നിങ്ങളൊരു മുസ്ലിം സഹോദരനാണോ, നിങ്ങൾക്ക് ഗ്ലോറിയസ് ഗോസ്പൽ വിശ്വസിക്കാം. നിങ്ങൾ യുക്തിവാദിയാണോ, നിങ്ങൾക്കും ഗ്ലോറിയസ് ഗോസ്പൽ വിശ്വസിക്കാം. കാരണം ഇത് എല്ലാവരെയും പ്രകാശിപ്പിക്കുന്ന സൂര്യന്റെ ഉടയവനായിരിക്കുന്ന ദൈവത്തിന്റെ സ്നേഹത്തിന്റെ സുവിശേഷമാണ്. ഈ സൂര്യന്റെ പ്രകാശം ആരിലെല്ലാം പതിക്കുന്നുവോ അവരിലെല്ലാം ഈ ഗ്ലോറിയസ് ഗോസ്പലും പതിക്കുക. സ്വീകരിക്കണോ നിരാകരിക്കണോ എന്നുള്ളത് നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് ആണ്. അതിന് പ്രത്യേകിച്ച് എങ്ങ് പോകുകയോ അഫിലിയേഷൻ എടുക്കുകയോ വരിസംഖ്യ അടയ്ക്കുകയോ ചെയ്യണ്ട. ഇത് സ്നേഹത്തിന്റെ സുവിശേഷമാണ്. ഇത് സകല പ്രപഞ്ചത്തിന്റെയും ഉടയവന്റെ സുവിശേഷമാണ്. ഇതല്ല കൾട്ട്, നിന്റേതാണ് കൾട്ട്. നീ പറയുന്നതാണ് കൾട്ട്, നീ പറയുന്നതാണ് ദുരുപദേശം. സ്നേഹം ഒരു നാളും ഉതിർന്നു പോവുകയില്ല. സ്നേഹം ഒരു നാളും ഉതിർന്നു പോവുകയില്ല. ആകാശവും ഭൂമിയും ഒക്കെ മാറിപ്പോയേക്കാം, ആകാശവും ഭൂമിയും മാറിപ്പോയേക്കാം, പക്ഷേ മാറിപ്പോകത്തില്ല. സ്നേഹം ഒരു നാളും ഉതിർന്നു പോവുകയില്ല. പ്രവചനപരമാവും നീങ്ങിപ്പോവും, ഭാഷാപരമാവും നിന്നു പോകും, ജ്ഞാനമാവും നീങ്ങിപ്പോവും, അംശമായി മാത്രം നാം അറിയുന്നു. അപ്പൊ അവിടെ പറയാണ് സ്നേഹം. അപ്പൊ ആത്മാവിനെ ദൈവം നമുക്ക് തന്നിരിക്കുന്നതിനാൽ നാം ദൈവത്തിലും ദൈവം നമ്മിലുമാണ് എന്ന് നാം അറിയുന്നു. ആത്മാവിനെ നമുക്ക് തന്നിട്ടുണ്ടെന്ന് നമ്മൾ എങ്ങനെ അറിയുന്നത്? സ്നേഹിക്കുന്നതിനാൽ അറിയാൻ പറ്റും. ആത്മാവുണ്ടോ? ലിറ്റ്മസ് ടെസ്റ്റ് ആണ്. സ്നേഹമുണ്ടോ? ആത്മാവുണ്ടോ? അല്ല, എനിക്കിങ്ങനെ പരിശുദ്ധാത്മാ ഉണ്ട് എന്ന് പറഞ്ഞ് പല ആളുകളും അവകാശപ്പെടുന്നു. പരിശുദ്ധാത്മാ ഉണ്ടെങ്കിൽ സ്നേഹമുണ്ട്. അവന്റെ സ്നേഹം നമ്മിൽ തികഞ്ഞിരിക്കുന്നു, നാം അവനിലും അവൻ നമ്മിലും വസിക്കുന്നു എന്ന് അവൻ തന്റെ ആത്മാവിനെ തന്നതിനാൽ നാം അറിയുന്നു. 2 പോയിന്റാണ് ഞാൻ പറഞ്ഞത്. അന്യോന്യം സ്നേഹമുണ്ടെങ്കിൽ ദൈവം നമ്മിൽ ഉണ്ടെന്ന് നമ്മൾ അറിയുന്നു. 2, ആത്മാവിനെ തന്നിരിക്കുന്നതിനാൽ ദൈവം നമ്മളിൽ ഉണ്ടെന്ന് നമ്മൾ അറിയുന്നു. 3-ാമത്തെ പോയിന്റ് അവിടെ തന്നെ എഴുതിയിരിക്കുകയാണ്. യേശു ദൈവപുത്രൻ എന്ന് സ്വീകരിക്കുന്നവനിൽ ദൈവവും അവൻ ദൈവത്തിലും വസിക്കുന്നു. 3rd പോയിന്റ് ആണ് യേശു ദൈവപുത്രൻ. ഇങ്ങനെ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെ നാം അറിഞ്ഞും വിശ്വസിച്ചും ഇരിക്കുന്നു. ദൈവം സ്നേഹം തന്നെ. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു, സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു. അയ്യോ, ഇങ്ങനെയൊക്കെ വാക്യങ്ങളുണ്ടോ എന്ന് ഇപ്പൊ ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചു. ഇത്രയും വാക്യങ്ങളുണ്ടെന്ന് അറിഞ്ഞില്ല. കാരണം ഈ ഭാഗത്തുനിന്ന് ഒരിക്കലും നിങ്ങൾ പ്രസംഗം കേൾക്കത്തില്ല. 1 യോഹന്നാൻ 4 അധ്യായത്തിൽ നിങ്ങൾ പ്രസംഗം കേൾക്കത്തില്ല. കാരണം അത് ആളുകളെ യുണൈറ്റ് ചെയ്യിക്കും, ഭിന്നതകളെ ഇല്ലാതെയാക്കും. ഭിന്നതകളെ ഇല്ലാതെയാക്കിയാൽ വരുമാനവും ഇല്ലാതെയാവും. ആളുകൾ യുണൈറ്റ് ചെയ്താൽ മതത്തിന് ക്ഷീണം സംഭവിക്കും, കൾട്ടുകൾ പൊളിയും. അവരതൊരിക്കലും പ്രസംഗിക്കത്തില്ല.
നിങ്ങളിവിടെ വായിക്കാം. ഇപ്പം ദൈവം സ്നേഹം തന്നെ, സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു, ദൈവം അവനിലും വസിക്കുന്നു. ന്യായവിധി ദിവസത്തിൽ നമുക്ക് ധൈര്യമുണ്ടാവാൻ തക്കവണ്ണം ഇതിനാൽ സ്നേഹം നമ്മോട് തികഞ്ഞിരിക്കുന്നു. അപ്പൊ മൂന്നാമത്തെ പോയിന്റാണ്. ഫസ്റ്റ് പോയിന്റ്, നമുക്ക് അന്യോന്യം സ്നേഹമുണ്ടെങ്കിൽ ദൈവം നമ്മിലുണ്ടെന്ന് നമ്മൾ അറിയുന്നു. സെക്കൻഡ് പോയിന്റ്, ആത്മാവിനെ തന്നിരിക്കുന്നതിനാൽ ദൈവം നമ്മിലുണ്ടെന്ന് നമ്മൾ അറിയുന്നു. തേർഡ് പോയിന്റ്, യേശു ദൈവപുത്രൻ എന്ന് നമ്മൾ സ്വീകരിക്കുന്നെങ്കിൽ ദൈവം നമ്മിലുണ്ടെന്ന് നമ്മൾ അറിയുന്നു, നാം ദൈവത്തിലാണെന്ന് അറിയുന്നു. യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കാൻ പ്രത്യേകിച്ച് പ്രയാസമൊന്നുമില്ല. അത് ഏത് മതത്തിൽപ്പെട്ടവർക്കും വിശ്വസിക്കാം. യേശു ദൈവപുത്രനാണ്. ആ കുരിശിന്റെ ചോട്ടിൽ ക്രൂശീകരണത്തിന് നേതൃത്വം കൊടുത്ത ആ മനുഷ്യന് പറഞ്ഞു, നീ സാക്ഷാൽ ദൈവപുത്രൻ. യേശു ദൈവപുത്രൻ. യേശു ദൈവപുത്രനെന്ന് വിശ്വസിക്കാന്ന് പറഞ്ഞാൽ ദാറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ. അത് വിശ്വസിക്കാൻ പറ്റാത്ത ആളുകൾ യേശുനാമക്കാരും യഹോവ സാക്ഷിക്കാരുമാണ്. ബാക്കി ആർക്കും പ്രശ്നമില്ല. അതായത് നമ്മുടെ ഫേസ്ബുക്കിലൊക്കെ കാണാം ആക്റ്റീവായിട്ട് അവർക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല. അപ്പൊ യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുക തേർഡ് പോയിന്റ് ആണ്. എന്നുവെച്ചാൽ തിയോളജിക്കൽ പോയിന്റാണ്. നമ്മൾ ദീർഘകാലം ഡിസ്കസ് ചെയ്താണ്, ഞാൻ അത് വിശദീകരിക്കുന്നില്ല. നാലാമത്തെ പോയിന്റ്, ഇങ്ങനെ നാം അടുത്തത്, ന്യായവിധി ദിവസത്തിൽ നമുക്ക് ധൈര്യം ഉണ്ടാകാൻ തക്കവണ്ണം ഇതിനാൽ സ്നേഹം നമ്മോട് തികഞ്ഞിരിക്കുന്നു, അവൻ ഇരിക്കുന്നത് പോലെ ഈ ലോകത്തിൽ നാമും ഇരിക്കുന്നു. അവൻ ഇരിക്കുന്നത് പോലെ ഈ ലോകത്തിൽ നാമും ഇരിക്കുന്നു. സ്നേഹത്തിൽ ഭയം ഇല്ല. കുഴഞ്ഞോ കുഴഞ്ഞില്ലയോ? നരകവാദികളെ നരകവാദികളെ എന്റെ കുഞ്ഞെ, നിന്റെ സുവിശേഷം പൊട്ട സുവിശേഷമാണ്. ഇവിടെ പറയുന്നു സ്നേഹത്തിൽ ഭയമില്ല. നിങ്ങൾ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് നിങ്ങൾ ഭയത്തിന്റെ സുവിശേഷം പറയുന്നത്. സ്നേഹത്തിൽ ഭയമില്ല. ഭയത്തിന് ദണ്ഡനമുള്ളതിനാൽ ഏതിന് ദണ്ഡനമുള്ളതിനാൽ? ഭയത്തിന്. ഇവര് നിത്യദണ്ഡനത്തെ കുറിച്ചാണ് പ്രസംഗിക്കുന്നത്. യോഹന്നാൻ ശ്ലീഹ അടിവരയിട്ട് പറയാം, ഭയത്തിന് ദണ്ഡനമുണ്ട്. ഞങ്ങൾ ഗ്ലോറിയസ് ഗോസ്പൽ വിശ്വസിക്കുന്നവർ ഭയത്തിലല്ല ജീവിക്കുന്നത്, സ്നേഹത്തിലാണ് ജീവിക്കുന്നത്. സ്നേഹത്തിലാണ് ജീവിക്കുന്നത്. 400 പ്രാവശ്യമാണ് ബൈബിൾ പറയുന്നത് ഭയപ്പെടേണ്ട, 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 ഭയപ്പെടേണ്ട. 400 പ്രാവശ്യം ദൈവം മനുഷ്യനോട് സംസാരിക്കുമ്പോഴെല്ലാം പറയുന്നത് ഭയപ്പെടേണ്ട. മറിയത്തോട് വന്ന് ദൂതൻ പറയുന്നു ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ലവ് കാസ്റ്റ് ഔട്ട് ഓൾ ഫിയേഴ്സ്. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. എങ്ങനെ പുറത്താക്കുന്നു? യേശു കർത്താവ് ഭൂതങ്ങളെ പുറത്താക്കി. ഭൂതങ്ങളെ എങ്ങനെ പുറത്താക്കിയോ അതേ പാറ്റേണിലാണ് ഭയത്തെ പുറത്താക്കുന്നത്. കാസ്റ്റ് ഔട്ട്, സെയിം വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഭയത്തെ പുറത്താക്കുന്നു, ഭൂതങ്ങളെ പുറത്താക്കുന്നത് പോലെ ഭയത്തെ പുറത്താക്കുന്നു. ഭയത്തെ പുറത്താക്കുന്നു. എനിക്കും ഉണ്ടായിരുന്നു പേടി, എനിക്കും ഉണ്ടായിരുന്നു ഈ ചിന്ത. നിത്യന്യായവിധി ഉണ്ട്, നരകമുണ്ട്, തീയുണ്ട്, അവിടെ പുഴുവുണ്ട്, അവിടെ പാമ്പുണ്ട്, അവിടെ മറ്റേതാണ്, അവിടെ കുഴപ്പമാണെന്ന് ഞാൻ ചിന്തിച്ചിരുന്നു. കാരണം സ്നേഹമില്ല. ബട്ട് വെൻ ദാറ്റ് പെർഫെക്റ്റ് ലവ് കംസ് ഇൻടു മീ, that perfect love always cast out all fears. അപ്പൊ തികഞ്ഞ സ്നേഹം നിങ്ങളിൽ വരുമ്പോൾ നിങ്ങളിൽ നിന്ന് ആ ഭയം, ആ സ്നേഹം പുറത്താക്കി കളയും. സ്നേഹത്തിൽ ഭയമില്ല. സ്നേഹത്തിനും ഭയത്തിനും ഒരുമിച്ച് വസിക്കാൻ കഴിയത്തില്ല. നിങ്ങൾക്ക് ഭയമുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് സ്നേഹമില്ല. നിങ്ങൾക്ക് ഭയമുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ സ്നേഹത്തെ അറിഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ഭയമുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ സ്നേഹത്തെ അറിഞ്ഞിട്ടില്ല, ദൈവത്തെ അറിഞ്ഞിട്ടില്ല. നിങ്ങൾ സ്നേഹത്തിൽ വസിക്കുന്നെങ്കിൽ നിങ്ങൾ ദൈവത്തിൽ വസിക്കുന്നു. നിങ്ങൾ ദൈവത്തിൽ വസിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഭയമില്ല. ഭയത്തിന് ദണ്ഡനമുണ്ട്.
ടോർമെന്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ദൈവവും ഭയവും ഒരുമിച്ച് നിങ്ങളിൽ വസിക്കത്തില്ല. സ്നേഹത്തിൽ ഭയമില്ല. ഭയപ്പെടുന്നവൻ യോഹന്നാൻ സ്ലീഹായുടെ ഒരു കാര്യം ഇങ്ങനെ നമ്മളെ ചിരിപ്പിച്ച് കൊല്ലും. ഇവന്മാരെല്ലാം നിങ്ങൾ നോക്ക്, ഞാൻ ചുമ്മാ വായിക്കുന്നതല്ല, ബൈബിളിലുള്ള നിങ്ങൾ തുറക്കണം കേട്ടോ. ബൈബിള് ഉള്ളവരൊക്കെ എടുത്ത് നോക്കണം. 1 യോഹന്നാൻ 4-ാം അധ്യായത്തെ അടുത്ത് പറയാം. സ്നേഹത്തിൽ ഭയമില്ല, ഭയത്തിന് ദണ്ഡനമുള്ളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു. ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ തികഞ്ഞവനല്ല. നിനക്ക് ഭയമുണ്ടെങ്കിൽ, നിനക്ക് ഭയമുണ്ട്, അപ്പം ന്യായവിധി വരുന്നു, ഓഹോ, നീ സ്നേഹത്തിൽ തികഞ്ഞവനല്ല കുഞ്ഞെ. തികഞ്ഞ സ്നേഹമാണ് ഭയത്തെ പുറത്താക്കി കളയുന്നത്. ഭാഗിക സ്നേഹമല്ല, പാർഷ്യൽ ലവ് അല്ല, തികഞ്ഞ സ്നേഹം, പെർഫെക്റ്റ് ലവ്. പെർഫെക്റ്റ് ലവ് എന്താണ്? ഗോഡ് ഈസ് ലവ്. ഗോഡ് ഈസ് ലവ്. അപ്പൊ ആ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയും. അപ്പൊ ഇത് ദുരുപദേശമാണ്. കാരണം ഈ ശിബു പീഡിയക്കൽ ദുർവ്യാഖ്യാനം ചെയ്യാം. എന്താണ് ദുർവ്യാഖ്യാനം ചെയ്യുന്നത്? തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നുണ്ട്. അത് ന്യായവിധിയോടും നരകത്തോടും ഒക്കെ കൊണ്ട് ചുമ്മാ എന്ത് ചെയ്യാ? കണക്ട് ചെയ്യാന്നേ. അങ്ങനെ ഈ കണക്ട് ചെയ്തിട്ട് ദുർവ്യാഖ്യാനമാന്നേ ആന്നോ? നോക്കാം. നിങ്ങൾ ബൈബിൾ തുറക്കണമെന്ന് ഞാൻ പറയുന്നത് അതിനാണ്. 1 യോഹന്നാൻ 4-ാം അധ്യായമാണ് നമ്മൾ തുറന്നു വെക്കേണ്ടത്. 1 യോഹന്നാൻ 4-ാം അധ്യായം. ഞാൻ ഈ വായിക്കുന്നത് 18-ാം അധ്യായം, അല്ല 18-ാം വാക്യം. 1 യോഹന്നാൻ 4-ന്റെ 18. നിങ്ങൾ തൊട്ട് പുറകെ നോക്കുക, 17-ാം വാക്യം. പശ്ചാത്തലം യോഹന്നാൻ എഴുതുകയാണ്. എന്താണ് 17-ാം വാക്യം? ന്യായവിധി ദിവസത്തിൽ നമുക്ക് ധൈര്യം ഉണ്ടാവാൻ തക്കവണ്ണം ഇതിനാൽ സ്നേഹം നമ്മോട് തികഞ്ഞിരിക്കുന്നു. ന്യായവിധിയെ പറ്റിയാ പറയുന്നത്. അബൌട്ട് ഫൈനൽ ജഡ്ജ്മെന്റ്. ഈ സ്നേഹിക്കാത്തവനാണ് ഭയം. സ്നേഹിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. സ്നേഹിക്കുന്നവൻ ദൈവത്തെ അറിഞ്ഞിരിക്കുന്നു. സ്നേഹിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. സ്നേഹിക്കുന്നവനിൽ ഭയമില്ല. ഭയത്തിൽ ദണ്ഡനമുണ്ട്. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു. ന്യായവിധി ദിവസത്തിൽ അവന്റെ ധൈര്യം തികഞ്ഞിരിക്കുന്നു. കാരണം തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. അപ്പോ 1 യോഹന്നാൻ 4-ാം അധ്യായം ഇവരുടെ നരക സിദ്ധാന്തത്തെയാണ് തിരസ്കരിക്കുന്നത്. ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ തികഞ്ഞവനല്ല. അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചതുകൊണ്ട് നാം സ്നേഹിക്കുന്നു. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും തന്റെ സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവന് കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിപ്പാൻ കഴിയുന്നതല്ല. ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെയും സ്നേഹിക്കണം എന്നീ കൽപ്പന നമുക്ക് അവങ്കൽ നിന്ന് ലഭിച്ചിരിക്കുന്നു. ഈ തികഞ്ഞ സ്നേഹം നമുക്ക് കിട്ടുമ്പോഴാണ് സഹോദരനെ സ്നേഹിക്കാൻ പറ്റുന്നത്. അവിടെയാണ് ഭയം മാറിപ്പോകുന്നത്. എല്ലാത്തരം ഭയങ്ങളും മാറിപ്പോകും. ഭയങ്ങൾ മാറിയിട്ട് സ്നേഹത്താൽ നിറയാൻ പറ്റും. ബാക്കി അവകാശവാദങ്ങളെല്ലാം പൊള്ളയാണ്. ബാക്കി അവകാശവാദങ്ങൾ എല്ലാം തന്നെ പൊള്ളയാണ്. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയും. കാസ്റ്റ് ഔട്ട് ചെയ്യുക, തള്ളി പുറത്തോട്ട് മാറ്റുക. നമുക്ക് എവിടുന്ന ഈ ഭയം വന്ന്? ഈ ഭയം വന്ന് ന്യായപ്രമാണത്തിൽ നിന്നാണ്. ന്യായപ്രമാണത്തിൽ നിന്ന് നമുക്കറിയാം. സഭ നാളെ കൂടാരപ്പെരുന്നാൾ ആഘോഷിക്കുകയാണ്. പരിശുദ്ധ സഭയുടെ കലണ്ടർ അനുസരിച്ച് നാളെ കൂടാരപ്പെരുന്നാളാണ്. എന്തായി കൂടാരപ്പെരുന്നാൾ? കൂടാരപ്പെരുന്നാൾ അല്ലെങ്കിൽ മറുരൂപ പെരുന്നാൾ. ഈ കർത്താവ് താൻ രൂപാന്തരപ്പെടുവാനായി യോഹന്നാൻ, യാക്കോബ്, പത്രോസ് എന്നിവരെയും കൊണ്ട് ഉയർന്ന ഒരു മലയിലേക്ക് പോയി. അവിടെ ചെന്നപ്പോ താൻ രൂപാന്തരപ്പെട്ടു. മോശയും ഏലിയാവും അവനോട് സംസാരിക്കുന്നതായി അവർ കണ്ടു. ഞാൻ സ്ക്രിപ്ചർ വായിക്കാം. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം.
6 ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും അവന്റെ സഹോദരനായ യോഹന്നാനെയും കൂട്ടി തനിച്ച് ഒരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു. അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു, അവന്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു. മോശയും ഏലിയാവും അവനോട് സംഭാഷിക്കുന്നതായി അവർ കണ്ടു. അപ്പോൾ പത്രോസ് യേശുവിനോട്, കർത്താവേ, നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത്. നിനക്ക് സമ്മതമെങ്കിൽ ഞാൻ ഇവിടെ 3 കുടിലുണ്ടാക്കാം, ഒന്ന് നിനക്കും, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനും എന്ന് പറഞ്ഞു. അവൻ പറയുമ്പോൾ തന്നെ പ്രകാശമുള്ള ഒരു മേഘം അവരുടെ മേൽ നിഴലിട്ടു. മേഘത്തിൽ നിന്ന്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിക്കുന്നു, ഇവന് ചെവി കൊടുപ്പീൻ എന്നൊരു ശബ്ദവും ഉണ്ടായി. ശിഷ്യന്മാർ അത് കേട്ടിട്ട് ഏറ്റവും ഭയപ്പെട്ട് കവന്നു വീണു. യേശു അടുത്ത് ചെന്ന് അവരെ തൊട്ടു, എഴുന്നേൽപ്പീൻ, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. അവർ തലപൊക്കി നോക്കിയപ്പോൾ യേശുവിനെ അല്ലാതെ മറ്റാരെയും കണ്ടില്ല. എന്താ അവിടെ സംഭവിച്ചത്? ഇതാണ് നാളെ സഭയുടെ പെരുന്നാൾ, നാളത്തെ പെരുന്നാളാണ്, കൂടാര പെരുന്നാൾ. കാരണം അവിടെ 3 കൂടാരം ഉണ്ടാക്കാന്നാണ്. 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം, ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയാവിന്, പത്രോസ് പറഞ്ഞ. അപ്പൊ പെട്ടെന്നൊരു ശബ്ദം ഉണ്ടാകുകയാണ്, ഇവൻ എന്റെ പ്രിയപുത്രൻ. അപ്പോ ഈ പത്രോസ് അപ്പോസ്തലന്റെ പ്രൈമസി ഓഫ് പീറ്റർ നമ്മൾ ഒരു പ്രാവശ്യം ചിന്തിച്ചാൽ പത്രോസിന് വളരെ പ്രാധാന്യമുണ്ട്. കാരണം ശിഷ്യന്മാരുടെ ഇടയിൽ എപ്പോഴും ലീഡർഷിപ്പ് പത്രോസിനാണ്. അദ്ദേഹമാണ് എല്ലാ കാര്യത്തിലും എടുത്തിയാടുന്നതും ആദ്യം സംസാരിക്കുന്നത്. ഒരു ഔട്ട് സ്പോക്കൺ ആയിട്ട് നമുക്ക് തോന്നും, എല്ലാ കാര്യത്തിലും ചാടി അഭിപ്രായം പറയും. ഇവിടെ പത്രോസ് എന്നിട്ട് പറയുകയാണ്, ഞാൻ 3 കുടിലുണ്ടാക്കാം. പെട്ടെന്ന് അവിടുന്ന് ശബ്ദം വരികയാണ്, പിതാവായ ദൈവം പത്രോസിനോട് സംസാരിക്കുകയാണ്, ഇവൻ എന്റെ പ്രിയപുത്രൻ. അപ്പൊ പിതാവായ ദൈവം പത്രോസിനോട് സംസാരിക്കുന്നു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പി. മോശ പ്ലസ് യേശു പ്ലസ് ഏലിയാവ് അതല്ല ക്രിസ്ത്യാനിറ്റി. നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. അതായത് മോശ പ്ലസ് യേശു പ്ലസ് ഏലിയാവ് എന്ന് പറഞ്ഞാൽ കുറച്ച് ന്യായപ്രമാണം, കുറച്ച് പ്രവചനം, പിന്നെ കുറച്ച് സുവിശേഷം. അപ്പൊ സുവിശേഷം പ്ലസ് ന്യായപ്രമാണം പ്ലസ് പ്രവചനം, ഇതല്ല ക്രിസ്ത്യാനിറ്റി. ന്യായപ്രമാണം കാസ്റ്റ് ഔട്ട് ചെയ്യുക, പ്രവചനം കാസ്റ്റ് ഔട്ട് ചെയ്യാണ്. കണ്ടന്റ് ഓഫ് ക്രിസ്ത്യാനിറ്റി ഈസ് ക്രൈസ്റ്റ് ആൻഡ് ക്രൈസ്റ്റ് ഓൺലി. സ്നേഹം. ഈ കൂടാര പെരുന്നാൾ ആ 2 കൂടാരത്തെ മാറ്റിക്കളയാണ്. പത്രോസ് സജസ്റ്റ് ചെയ്യും നമുക്കൊരു കാര്യം ചെയ്യാം, മോശയ്ക്ക് ഒരു കൂടാരം, ഏലിയാവിനൊരു കൂടാരം, യേശുവിനൊരു കൂടാരം. നോ, ഇവിടെ ഒരൊറ്റ കൂടാരമേ ഉള്ളൂ. ആ കൂടാരം യേശുവിന്റെ കൂടാരം. ക്രിസ്ത്യാനിറ്റി, കണ്ടന്റ് ഓഫ് ക്രിസ്ത്യാനിറ്റി ഈസ് ക്രൈസ്റ്റ് ഓൺലി. കണ്ടന്റ് ഓഫ് ക്രിസ്ത്യാനിറ്റി ഈസ് ലവ് ഓൺലി. അവന്റെ സ്നേഹം മാത്രമാണ്. ഇവിടെ ആ ന്യായപ്രമാണത്തെ കൂട്ടിക്കെട്ടാൻ പറ്റത്തില്ല. അതാണ് യേശു കർത്താവ് പറഞ്ഞത്, കോടി തുണിക്കണ്ടം പഴയ തുണിക്കണ്ടവുമായി ചേർത്ത് തുന്നുമാറില്ല, തുന്നിയാൽ ചീന്തലേറ്റവും വലുതായി പോകും. പുതിയ വീഞ്ഞ് പഴയ തുരുത്തിയിൽ പകരുമാറില്ല, പകർന്നാൽ തുരുത്തി പൊളിയും, രണ്ടും നഷ്ടമായി പോവും. തുരുത്തിയും പൊട്ടിപ്പോവും, വീഞ്ഞും ഒഴുകിപ്പോവും. ക്രൈസ്റ്റ്, സ്നേഹം. അതാണ് ഈ കൂടാര പെരുന്നാളിൽ നമ്മൾ കാണുന്നത്. 3 കുടിലിനുള്ള പോസിബിലിറ്റി ഇല്ല. അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ എത്ര കുടിലുണ്ട്? 100 കുടിലുണ്ട്, ഇല്ലേ? 100 കുടിലും വെച്ചോണ്ടാണ് ഇവർ ഈ നരകം ഉണ്ടെന്നും ഒക്കെ പറഞ്ഞ് നമ്മൾക്ക് വാദിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവരുടെ പ്രശ്നം കുടിലൊന്നല്ല, 100 കുടില. 100 കുടിലിനിടെ യേശുവിന് കുടിലുണ്ടോ എന്ന് തന്നെ ആർക്കറിയാം. അപ്പൊ 100 കുടിലുകൾക്കകത്തൊരു കുടിലിൽ വസിപ്പിക്കുന്ന ആളാണ് യേശു നിന്റെ ജീവിതത്തിലെങ്കിൽ ആ കുടിലുകളെല്ലാം തട്ടി നിരത്തി കളഞ്ഞിട്ട് ഈ കൂടാര പെരുന്നാളിന്റെ ദിവസം ഒരു കൂദേശിത്വമായിട്ട് നിന്റെ ഹൃദയം മാറിയിട്ട് ആ ഹൃദയത്തിൽ നിന്ന് എല്ലാ കുടിലുകളും മാറണം. ആ കുടിലുകൾ മാറുമ്പോഴാണ് ഭയം മാറുന്നത്, കാസ്റ്റ് ഔട്ട് ചെയ്യുന്നത്. അതാണ് മോശയുടെ കുടില് മാറി, ഏലിയാവിന്റെ കുടില് മാറി, കവന്നു വീണ ശിഷ്യന്മാരുടെ അടുത്ത് ചെന്ന് അവരെ പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് യേശു പറയുന്നു, ഭയപ്പെടേണ്ട, ഇനി ഭയമില്ല. കാരണം തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി. പെർഫെക്റ്റ് ലവ്, തികഞ്ഞ സ്നേഹം. നിങ്ങൾ എത്ര പേർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് എനിക്കറിയാം. തികഞ്ഞ സ്നേഹം.
ഇപ്പോഴും നമുക്ക് മോശയുടെ കുടിൽ കാണും. മോശയുടെ കുടിൽ ഇരിക്കുന്നതുകൊണ്ടാണ് ഇവർ അവൻ പോവുക, ഇവൻ പോവുക, മറ്റേ ആൾ അത് ചെയ്തു, ആ ആൾ ഇത് ചെയ്തു, അവൻ വ്യഭിചാരം ചെയ്തു, ഉള്ള വ്യഭിചാരികളെല്ലാം സ്വർഗത്തിൽ പോകുന്നാണോ പാസ്റ്റർ പറയുന്നത്? ആ ചോദ്യം എവിടുന്നാ വരുന്നേ? മോശയിക ന്യായപ്രമാണത്തിൽ നിന്ന് പൊങ്ങുക ചോദ്യം. ഇവിടെ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടു കൊണ്ടുവന്ന് നിർത്തിയവളോട് യേശു പറയാം, ഞാൻ നിന്നെ വിധിക്കുന്നില്ല, പൊയ്ക്കൊള്ളുക. കാരണം ഇവിടെ ക്രൈസ്റ്റ് മാത്രമേ ഉള്ളൂ, മോശയുടെ കുടിലില്ല. മോശയുടെ കുടിലൂടെ വെക്കാന്ന് പറഞ്ഞപ്പോ പറഞ്ഞു വേണ്ട. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കിക്കളയും. തികഞ്ഞ സ്നേഹം തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കിക്കളയും. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി. അപ്പൊ നമ്മൾ 4 പോയിന്റാണ്. ദൈവം നമ്മിലുണ്ടെന്ന് എങ്ങനെ അറിയാം? 1, നമ്മൾ അന്യോന്യം സ്നേഹിക്കുന്നതിനാൽ നമുക്കറിയാം ദൈവം നമ്മിലുണ്ടെന്ന്. 2, ദൈവം തന്റെ ആത്മാവിനാൽ നമുക്ക് തന്നിരിക്കുന്നതിനാൽ നമുക്കറിയാം ദൈവം നമ്മിലുണ്ടെന്ന്. 3, യേശുവിനെ ദൈവപുത്രൻ എന്ന് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നതിനാൽ നമുക്കറിയാം ദൈവം നമ്മിലുണ്ടെന്ന്. 4, നമ്മളിൽ ഭയമില്ല എങ്കിൽ നമുക്കറിയാം ദൈവം നമ്മോട് കൂടെയുണ്ട്. ഇമ്മാനുവേൽ ദൈവം നമ്മോടുകൂടെ. ഇമ്മാനുവേൽ ദൈവം നമ്മോട് കൂടെ. ഇമ്മാനുവേലായിട്ട് ആ ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്ന്, ഇമ്മാനുവേൽ എന്ന ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്ന് നമുക്ക് അറിയാം. 4 കാര്യങ്ങൾ. തമ്മിൽ സ്നേഹിക്കുന്നതിനാൽ, ആത്മാവിനെ തന്നിരിക്കുന്നതിനാൽ, യേശു ദൈവപുത്രനെ നമ്മൾ വിശ്വസിക്കുന്നതിനാൽ, നമ്മിൽ ഭയം ഇല്ലാത്തതിനാൽ. നിങ്ങളിൽ ഭയമുണ്ടെങ്കിൽ, വീണ്ടും ഞാൻ പറയുന്നത്, ഞാൻ ഉണ്ടാക്കുന്ന ദുരുപദേശമൊന്നും അല്ല, എഴുതി വെച്ചിരിക്കുന്ന ഒന്നുകൂടെ വായിച്ചേക്കാം. സ്നേഹത്തിൽ ഭയമില്ല, ഭയത്തിന് ദണ്ഡനമുള്ളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു. ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ തികഞ്ഞവനല്ല, അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചുകൊണ്ട് നാം സ്നേഹിക്കുന്നു. അപ്പോ ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ തികഞ്ഞവനല്ല, ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ തികഞ്ഞവനല്ല. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. സ്നേഹിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. സ്നേഹിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നതാകുന്നു. സ്നേഹം നമ്മെ ഒരുമിപ്പിക്കുന്നു. മതമില്ല, ജാതിയില്ല, വർഗമില്ല, വർണ്ണമില്ല, ഭാഷകളില്ല, രൂപങ്ങളെ കണക്കാക്കുന്നില്ല, നിറവ്യത്യാസം കണക്കാക്കുന്നില്ല, യാതൊരുതര ഉച്ചനീചത്വങ്ങളുമില്ല. എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുന്ന ദൈവം ആ സ്നേഹം തിരിച്ചറിഞ്ഞ് സ്നേഹിക്കുന്ന എല്ലാ മനുഷ്യരും ആ ദൈവത്തിൽ വസിക്കുന്നു. സ്നേഹം, ആ സ്നേഹത്തിൽ നമ്മൾ വസിക്കും. ആ ദൈവത്തിന്റെ സ്നേഹം മനുഷ്യരിലേക്ക് ഇറങ്ങി വന്നു. ആ ഇറങ്ങി വന്ന ജഡമായി വസിക്കുവാൻ ദൈവം തെരഞ്ഞെടുത്ത മഹാഭാഗ്യവതിയും നിത്യകന്യകയുമായ പരിശുദ്ധ മറിയത്തിന്റെ നോയമ്പിന്റെ അനുസ്മരണത്തിന്റെ നോയമ്പിന്റെ ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. മഹാഭാഗ്യവതിയും നിത്യകന്യകയുമായ പരിശുദ്ധ മറിയത്തിന്റെ പ്രാർത്ഥനകളാൽ നിങ്ങൾക്ക് പ്രത്യേക അനുഗ്രഹങ്ങളും സമാധാനവും ലഭിക്കട്ടെ. ഈ ഗ്ലോറിയസ് ഗോസ്പൽ കൂടുതലായി ഗ്രഹിക്കുവാൻ, ലോകത്തെ സ്നേഹിച്ച ദൈവത്തിന്റെ സ്നേഹം നിങ്ങളിൽ വസിക്കുവാൻ പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥന നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. So
ഗ്ലോറിയസ് ഗോസ്പലിനെ കുറിച്ചുള്ള നിങ്ങളുടെ റിവ്യൂസ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങൾക്ക് എന്തെങ്കിലും ടെസ്റ്റിമോണീസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ, ചോദ്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് gloriousgospelofficial@gmail.com എന്ന ഇമെയിലിലേക്ക് അയക്കാം. നിങ്ങൾക്ക് മറുപടികൾ കിട്ടും. നിങ്ങളുടെ ടെസ്റ്റിമോണീസ് ലൈവിൽ പറയാനുള്ളതാണ്, അതവിടെ പറയും. gloriousgospelofficial@gmail.com എന്ന ഇമെയിലിലേക്ക് അയക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. മേ ഗോഡ് ബ്ലസ് യു. താങ്ക് യു.